ഞാൻ അവരെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പോക്കൃത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും. അപ്പൊ ഇവർക്കെല്ലാം അറിയേണ്ടത് ഇതിനകത്ത് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പെമ്പിള്ളാരെ അബ്യൂസ് ചെയ്യുന്നുണ്ടോ, പെമ്പിള്ളാരെ വളയ്ക്കാൻ നോക്കുന്നുണ്ടോ. സോ ഗൈസ്, ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഈ കോൺട്രവേഴ്സിയെ പറ്റിയോ ഇതിനെ പറ്റിയോ ഒന്നുമല്ല. എന്താ ഇങ്ങനെ ഒരു നോർമലി ഇത് സ്ട്രീമർ, ആദ്യം തന്നെ ഞാൻ പറയാം, സ്ട്രീമർ ഗെയിമർ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. സ്ട്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് എന്ത് വേണം സ്ട്രീം ചെയ്യാം. നിങ്ങൾക്ക് ഒരു കുക്കിംഗ് ചാനൽ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്നത് സ്ട്രീം ചെയ്യാം. കടയിൽ ചൈനീസ് വീഡിയോ, ജാപ്പനീസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്തൊക്കെ അവർ കടയിലെ സാധനങ്ങൾ വിൽക്കുന്നതും മറ്റേ അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ സ്ട്രീം ചെയ്യാറുണ്ട്. ഇത് രണ്ടും രണ്ടാ. ഗെയിമിംഗ് സ്ട്രീമും നോർമൽ സ്ട്രീമിങ്, IRL സ്ട്രീമിങ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. മനസ്സിലായ? ഇതിനകത്ത് ഇത് വന്നപ്പോൾ കോമൺലി ഗെയിമിംഗ് സ്ട്രീം, ഗെയിമർ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ MRC ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും ജനറലൈസ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ജനറലൈസേഷൻ ചെയ്തതിൻ്റെ ഉള്ളൊരു ഭവിഷ്യത്ത് നേരിടേണ്ടി വന്ന എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരൂടെ ഉണ്ട്. ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നപ്പം ഞാൻ പറയാമല്ലോ, ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വരുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തതുകൊണ്ട് ഫേസ് ക്യാം ഒക്കെ ഇട്ടും അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തും ഇടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല. അത് അവരുടെ ചിലപ്പം ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ചാനലുകളാണ്. ഈ ചാനലുകൾക്കൊക്കെ ഈ പറയണത് പോലെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പബ്ലിക് ഗ്രൂപ്പുകളും കുറേ പബ്ലിക് സാധനങ്ങളും ഉണ്ട്. ഈ സാധനത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം ഇതിൽ എനിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇവൻ കുറേ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാ, ഇവൻ കോളേജ് പരിപാടികൾക്കൊക്കെ പോകുന്നതാ. ഇവരെയൊക്കെ പോലെ മറ്റേ ഇനാഗുറേഷൻ, ഞാൻ പബ്ലിക് ഇനാഗുറേഷൻസ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് എത്രയൊക്കെ ആൾക്കാർ ഓഫർ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യം ഇതാണ്: ഞാൻ അങ്ങനെ ഇനാഗുറേഷൻ വരാറില്ല. എനിക്കത് മടിയാകെ സത്യം പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു നോർമലി ഒരു ഗെയിമർ ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥാപനം പോയി ഇനാഗുറേറ്റ് ചെയ്യാൻ എനിക്കതിന് അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും. കാരണം ഒരാൾ ഒരു നല്ല സംരംഭം തുടങ്ങുമ്പോൾ അതിനകത്ത് അർഹതയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവർക്ക് റീച്ച് കിട്ടുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് പോയി ചെയ്യാൻ അത് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ കട ഉദ്ഘാടനം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒഫൻസോടെ അതൊരു ഹാക്കേഴ്സ് അക്കാഡമി, അത് ആ ഒരു സാധനം അതിന്റെ ഇനാഗുറേഷൻ അല്ലായിരുന്നു. അവരുടെ പുതിയൊരു ഇത് വന്നപ്പം അവർ നമ്മുടെ അടുത്തൊരു കൊളാബായിട്ട് വന്നപ്പോൾ ഞാൻ ആകെ ചെയ്തിട്ടുള്ളൊരു സാധനം അതാണ്. കാരണം അത് ടെക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിലേറ്റഡ്, അല്ലാതെ നേരെ പോയി എനിക്കൊരു തുണിക്കട ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് നേരെ പോയിട്ട് ഒരു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഒരു അങ്ങനത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിരുന്ന ഒരു കാര്യമാണ്. നിന്നെ എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അന്നേരം ഇവർ ഇതിലായിട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു, ഇവൻ ഇങ്ങനെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാ, ഇവൻ ഷോസിനൊക്കെ കോളേജിൽ പോകുന്നതാ, അത് ചെയ്യുന്നതാ, ഇത് ചെയ്യുന്നതാ. അതെ, ഞാൻ 8 വർഷമായിട്ട് ഞാൻ സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. 8 വർഷമായി, 9ാമത്തെ വർഷമാവുന്നു. 9 വർഷത്തിൽ സ്ട്രീം ചെയ്തതിൽ പബ്ലിക് അപ്പിയറൻസസ് ഞാൻ ചെയ്തു തുടങ്ങിയത് ഒരു 2 വർഷം മുമ്പ് തൊട്ടാണ്. അതായത് കോളേജുകളിൽ മറ്റേ പരിപാടികൾക്ക് പോവുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബാൻഡ് തുടങ്ങി, ഈ ബാൻഡിന് വേണ്ടി പെർഫോം ചെയ്യുക, കോളേജസിൽ പോവുക, ഇതാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഇവർക്കെല്ലാം അറിയേണ്ടത് ഇതിനകത്ത് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പെമ്പിള്ളാരെ അബ്യൂസ് ചെയ്യുന്നുണ്ടോ, പെമ്പിള്ളാരെ വളയ്ക്കാൻ നോക്കുന്നുണ്ടോ, അവരുടെ നമ്പർ മേടിക്കുന്നുണ്ടോ അല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് ഞാൻ ഫേസ് ക്യാം ഓണാക്കി വെച്ച് ഞാൻ പറയുവാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് 150 പുറത്ത്, പത്തനംതിട്ട തൊട്ട് പാലക്കാട് വരെയുള്ള 150 തൊട്ട് 200 കോളേജുകളിൽ, 150 മുകളിൽ കോളേജിൽ പരിപാടിക്ക് പോയിട്ടുണ്ട്. അതിലൊരു 50 കോളേജിന് മുകളിൽ ഞാൻ ഷോസ് ചെയ്യാൻ പോയിട്ടുണ്ട്, പാട്ട് പാടാൻ, മ്യൂസിക് ഷോസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോളേജിലെ ഒരു പെങ്കൊച്ചോ ആരെങ്കിലും വന്ന് പറയുവാണ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും പോക്കൃത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും. ഞാൻ ഇത് പബ്ലിക്കായിട്ട് ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ, ആരും എന്നെ പറ്റി രഹസ്യാന്വേഷണം നടത്തണ്ട, എന്നോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു അലിഗേഷൻ എൻ്റെ പേരിലുണ്ടെങ്കിൽ, അപ്പം ഒരു പ്രശ്നം നടക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയരുത്. എല്ലാവന്മാരും മറ്റേ പെണ്ണുടിയന്മാരാണ്, എല്ലാവന്മാരും മറ്റേ അതാണ് ഇതാണെന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മറ്റേ ജനറലൈസ് ചെയ്ത് പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ സ്ട്രീം അത്രയ്ക്കും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ സ്ട്രീമിൽ എനിക്ക് പറയാൻ പറ്റും, ഇതിനകത്ത് നമ്മുടെ അകത്തുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഗ്യാങ്ങും അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് വൾഗാരിറ്റി ഉള്ള വേർഡ്സ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ യൂട്യൂബിൽ 18+ കാറ്റഗറിയിൽ സ്ട്രീം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കോണ്ടന്റ് പോലും യൂട്യൂബിലാണെങ്കിലും കിക്കിലാണെങ്കിലും എൻ്റെ ഒരു കോണ്ടന്റ് പോലും മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമേ അല്ല. എല്ലാം 18+ മുകളിൽ നമ്മൾ ടൈറ്റിലടക്കം സ്ട്രീം ചെയ്തിരിക്കുക. ആ കാര്യത്തിൽ ശരിയാ, ഈ ആൾക്കാർ പറയണത് ശരിയായിരിക്കും. ഈ പറയണതുപോലെ ലാംഗ്വേജസിൽ പലവട്ടം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ട്, അത് പലവട്ടം വൾഗർ ആയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ആ കാര്യം പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നതിൽ
ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല. അത് പലവട്ടം മോസ്റ്റ് ഓഫ് ദ സ്ട്രീമേഴ്സ് ആണെങ്കിലും എല്ലാവരും, ഞാൻ അതിലും ജനറലൈസ് ചെയ്യുന്നില്ല, അതും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ. കോളേജിൽ പോകുന്നതോ അല്ലെ പരിപാടി ചെയ്യാൻ പോകുന്നതോ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളൊരു തോട്ട് അത് മറ്റേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് അൻവിൻ്റെ ഇഷ്യൂ വന്നപ്പം ആദ്യം എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ പേരിൽ പെണ്ണേഴ്സ് ഉണ്ടോന്നായിരുന്നു. ആദ്യം എല്ലാവരും വന്നിട്ട് ഡോക്ടർ ഡ്രേക്കും അൻവിനും ഇവരുടെ എല്ലാം ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ പ്രൊഫൈൽ പബ്ലിക്കലി പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുള്ളിയെ പറ്റി അലിഗേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ 5-6 വട്ടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. 5-6 വട്ടം പോസ്റ്റ് ചെയ്തിട്ട് ഞാനത് സ്വന്തമായിട്ട് റീഷെയർ ചെയ്തവനാ. അതാ എൻ്റെ കോൺഫിഡൻസ്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എനിക്ക് അതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്, അതിന് മുകളിലൊന്നും പറയാനില്ല. എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ ഗൈസ് വലിച്ചിടാം. പിന്നെ ഞാൻ ഇത് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ GTA കാണുന്നതല്ലാത്ത മെയിൻ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അവര് ഈ തൊപ്പിയുടെ ലൈവിലും ഷമീറിന്റെ ലൈവിലും ഒക്കെ പോയിട്ട് ഈഗിൾ ഇഷ്യൂ എന്ന് പറഞ്ഞ് സ്പാം ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഈ ഗെയിം ഒന്നും കാണാത്ത നോർമൽ ഓഡിയൻസ് ഉണ്ട്. അവർ വിചാരിക്കും എനിക്ക് ഇതിൽ എന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഞാനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു സാധനമുണ്ട്. മനസ്സിലായ? അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്റെ എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഈ MRC എന്ന് പറയുന്ന ഗ്യാങ്ങിന് ഞങ്ങളുടെ ഗെയിമിനകത്തും ഗ്യാങ് ഉണ്ട്. ആ ഗെയിമിൽ ഇഷ്യൂ ആണ് അവർ ഈ പറയുന്ന സാധനം. പിന്നെ അതുപോലെ തന്നെ തൊപ്പി ലൈവ് വന്നപ്പോൾ തൊപ്പിയുടെ ലൈവില് ഈ കൂടിപ്പോയ ഷമീർ എടുത്തു വെച്ച് കാണിക്കാൻ പോണത് ഹനാൻഷായെ അപരാധിക്കുന്നതും ഈഗിളിനെ അപരാധിക്കുന്നതും ഒക്കെ ആണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം ഷമീറിന്റെ ലൈവില് വീണ്ടും ഈഗിളിനെ പറ്റി പറഞ്ഞോ എന്നുള്ളൊരു സാധനം വീണ്ടും വന്നു. മനസ്സിലോ? അങ്ങനത്തെ സാധനമാണ്. അതുകൊണ്ടാണ് തെളിവുണ്ടാവണോ എന്നോട് പറയണേ ബ്രോ. അതേ പറഞ്ഞേ, അലിഗേഷൻ കൊണ്ടുവരുമ്പോ എന്റെ സൈഡിൽ ഒരു തെളിവുണ്ടാണ്. അല്ലെ ചുമ്മാ ഒരാൾ വന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അടുത്ത് ഞാൻ ചെയ്തതാണെന്ന് തെളിയിക്കണം. മനസ്സിലായ? ചുമ്മാ ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിലും വന്ന് പറയാം. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇമാതിരി പരിപാടികൾ ചെയ്യാം. കാരണം എനിക്കറിയാം കഴിച്ചു, ഞാൻ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പൊ എന്റെ വൈഫും കുഞ്ഞും എന്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പരിപാടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് വലിയണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം 1.5 മണിക്കൂർ ഷോ, ഞാൻ ഈ ഫിറ്റ്നസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ഈ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ വടിയാവും. എനിക്ക് എവിടെയെങ്കിലും പോയിന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അവിടുന്ന് വരുന്നത്. മനസ്സിലായോ?